അസ്സലാമലൈക്കും. ഇതൊരു റിക്വസ്റ്റിംഗ് വീഡിയോയാണ്. എൻ്റെ ഒരു സബ്സ്ക്രൈബറും ആളൊരു യൂട്യൂബറുമാണ്. കുട്ടി ഇടയ്ക്ക് വന്ന് ഒന്ന് രണ്ട് വീഡിയോസ് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ബിരിയാണിയുടെ റെസിപ്പി കാണിക്കുമോ എന്ന്. ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പൂ, തക്കോലം, കുരുമുളക് എന്നിവ ഇട്ട് കൊടുത്ത് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. വെള്ളം തിളച്ച് കഴിയുമ്പോൾ 20 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുള്ള അരിയാണ്. അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കാം. അരി ഒരുപാട് വെന്ത് കുഴഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഇത് പാകത്തിനായിട്ടുണ്ട്. ഊറ്റി വയ്ക്കാം. സെറ്റ് ചെയ്യാനുള്ള ചിക്കൻ കറി റെഡിയായിട്ടുണ്ട്. ചോറ് റെഡിയാവുന്ന സമയത്ത് 2 സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ചോറ് സെറ്റ് ചെയ്യാം. പാത്രത്തിൽ ഡാൽഡ ഇട്ട് കൊടുക്കാം. ഞാൻ 1/2 സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് ചോറിട്ട് കൊടുക്കാം. നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് മൂപ്പിച്ച് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും സവാളയും മുന്തിരിയും ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും കൂടി കുറച്ച് എല്ലാം പകുതി വീതം അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ കറിയും കൂടെ ഒഴിച്ച് കൊടുക്കാം. അടുത്ത ലെയർ ചോറ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് പൈനാപ്പിൾ എസൻസ്, നെയ്യ്, നേരത്തെ ഇട്ടതിൻ്റെ ബാലൻസ് സവാള മൂപ്പിച്ചത്, അണ്ടിപ്പരിപ്പ്, പുതിനയില, മല്ലിയില അതൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് പൈനാപ്പിൾ, ക്യാബേജ് ഒക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ടാക്കി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് ആവി കയറ്റിയെടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.